ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ അച്ചുമോൻ ഗോവയിലെ ടൂർ പോയിട്ട് വരുന്ന ദിവസമാണ്. കൊണ്ട് വിടാൻ പോകുമ്പോൾ ഇതുപോലെയൊന്നും ഞാൻ വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നില്ല. വീഡിയോ എടുക്കണമെന്നേ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. വിഷമമാണ് അവരെ പിരിഞ്ഞ് നിൽക്കുമ്പോൾ നമുക്ക് അമ്മമാർക്ക് ഭയങ്കര വിഷമമല്ലേ. അപ്പോൾ വീഡിയോ എടുക്കണമെന്നേ വിചാരിച്ചല്ല. പിന്നെ അവിടെ ചെന്നപ്പോൾ ചുമ്മാ ഒരു ചെറിയ വീഡിയോ അങ്ങനെ എടുത്തായിരുന്നു. അപ്പം ഇന്നെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. മോൻ വന്നിട്ട് കാണാൻ പറ്റും. അപ്പോൾ എന്താ പറയുക, 5-6 ദിവസം കാണാത്തതിൻ്റെ ആ ഒരു ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ മക്കളെ കാണുമ്പോൾ ആ വിഷമമൊക്കെ മാറുമല്ലോ. അപ്പോൾ വേഗം അവനെ പോയി വിളിക്കാൻ പോകണമെന്ന് പറഞ്ഞ് ഇദ്ദേഹം നേരത്തെ റെഡിയായി. ഇതൊക്കെ കയറിയിരുന്നു. പിന്നെ അർഷാദ് അകത്തുണ്ട്, റെഡിയായിട്ട് വരാൻ നിൽക്കണം. നമ്മുടെ പൂച്ചയ്ക്കൊക്കെ ഫുഡൊക്കെ കൊടുത്ത് അവർക്കുള്ള എല്ലാം സെറ്റായി കൊടുത്തു. ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ രാവിലത്തും കൊടുത്തു. ഇനി ഉച്ചയ്ക്കാണ് ഇപ്പം നമ്മൾ ഇറങ്ങുന്നത്. ഇപ്പോൾ സമയം 12:30 ആവണം. 1:30-2 മണിക്കാണ് ട്രെയിൻ ഇറങ്ങുന്നത്. ഇവിടെ നമ്മുടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങുന്നത്. അപ്പോൾ നമുക്ക് വേഗം ചെന്നിട്ട് എൻ്റെ മോനെ പോയി വിളിച്ചുകൊണ്ട് വരാം. എനിക്കൊരുപാട് സന്തോഷം. എനിക്ക് ഈ കുട്ടികളെ വിട്ടിട്ട് ഇതുവരെ അങ്ങനെ നിന്നിട്ടില്ല. എനിക്കവരില്ലാണ്ട് പറ്റിയില്ല. അതെല്ലാം അമ്മമാർക്ക് അങ്ങനെയാണ്. അപ്പോൾ കുട്ടപ്പി പിന്നെ അച്ഛനെ വിളിച്ചിട്ട് വേഗം വരാട്ടമ്മ. കുഞ്ഞുമോട് ഭക്ഷണം കഴിച്ചത് അവിടെ ആ കബോർഡിനകത്താണ് കിടന്ന് ഉറങ്ങുന്നത്. അവനെ അതിൻ്റെ അകത്ത് കയറിപ്പോയി. അപ്പോൾ വേഗം വരാം, ടാറ്റ. ഞാനിപ്പോൾ പുറത്ത് ഇറങ്ങിയിട്ട് ഇവനിവിടെ ഉണ്ടാകുന്ന ഒന്നുകൂടെ നോക്കാൻ വന്നതാണ്. എന്താ വെച്ചാൽ പുറത്തേക്ക് പോകുമ്പോൾ ഇവർ ഈ വീട്ടിനകത്ത് സേഫാണോ, ഇവിടെ ഉണ്ടോ എന്ന് നോക്കുക. എന്താ വെച്ചാൽ പുറത്തേക്ക് പോകുമ്പോൾ അറിയില്ലല്ലോ, ഇറങ്ങി വന്നാൽ അറിയില്ല. പിന്നാലെ ഇറങ്ങി വരും നമ്മളെ പോകുമ്പോഴേ. അപ്പോൾ അങ്ങനെ. അപ്പോൾ നമ്മൾ വരുന്നവരെ അവർ ഇവിടെ അകത്തുണ്ടാവും. നമ്മൾ വരുമ്പോൾ നമ്മളെയും കാത്തിയോടെ വീട്ടിൻ്റെ ഡോറിൻ്റെ ഫ്രണ്ടിൽ നിൽക്കും. അപ്പോൾ എന്തായാലും നമുക്ക് അച്ഛനെ വിളിക്കാനായിട്ട് പോകാനായിട്ട് ഇറങ്ങാൻ പോകണം. ഇൻഷാല്ല വേഗം പോയിട്ട് വരണം. ഇത് സമയം 12:30 ആവണം. ഫുഡൊക്കെ പുറത്തുനിന്ന് തന്നെയാണ് കഴിക്കുന്നത്. അപ്പോൾ ഇൻഷാല്ല എന്തായാലും ഞാൻ പോയിട്ട് അച്ഛനെ വിളിച്ചിട്ട് വരാം. ഓക്കെ, ഇക്കാനെ കാണിച്ചു തരാട്ടൊക്കെ കാറിലുണ്ട്. അങ്ങനെ നമ്മുടെ അച്ഛനെ, എൻ്റെ അച്ഛനെ, നൗഷാദിൻ്റെ അച്ഛനെ, അർഷാദിൻ്റെ അച്ഛനെ, അവിടെ അച്ഛനെ വിളിക്കാനായിട്ട് പോവാണ്. പുറത്ത് നല്ല വെയിലാണ് കേട്ടോ. വെയിലെന്ന് പറഞ്ഞാലും പോരാ, ഭയങ്കര വെയിലാണ്. ഇക്ക മോനെ വിളിക്കാൻ പോകുന്നതിൽ ഭയങ്കര ഹാപ്പി അല്ലേ? മോനെ കണ്ടിട്ട് 5-6 ദിവസമായില്ലേ? അതെ. അപ്പോൾ അവനെ കാണേണ്ട ഒരു ഭയങ്കര എന്താ പറയുക, എക്സൈറ്റ്മെൻറ്റ്. 5-6 ദിവസം കാണാണ്ടിരിക്കുമ്പോഴത്തേനും വല്ലാത്തൊരവസ്ഥയാണ്. എന്താ അതെ, അച്ഛനെ കൊണ്ട് ആക്കാൻ പോയിട്ട് തിരിച്ചു കൊണ്ടുവിടാൻ പോയിട്ട് തിരിച്ചു വരില്ലേ, കൊണ്ടാക്കാൻ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു. ഒരു 4-4:30 ആയി. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് അർഷാദിന് സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയതാണ്. അപ്പോൾ അവനും കഴിച്ചിട്ടില്ല, ഞാനും കഴിച്ചില്ല. അപ്പോൾ കഴിക്കാൻ കയറിയപ്പോൾ എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെ ഇരുന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അർഷാദ് എന്നോട് ചോദിക്കുകയാണ്, അപ്പോൾ അവൻ ജോലിക്കൊക്കെ പോകാൻ തുടങ്ങി, ഉമ്മ എന്ത് ചെയ്യുന്നു? അതാണിപ്പോൾ ഇക്ക് എന്നോട് ചോദിക്കുന്നത്. അർഷാദ് ചോദിച്ച പോലെ ഞാനും ചോദിക്കണേന്ന്. അപ്പം എന്താ പറയുക, ഞാൻ അങ്ങനെ ചെറുപ്പം മുതൽ കുട്ടികളെ വിട്ട് ഇതുവരെ അങ്ങനെ നിന്നിട്ടില്ല. പിന്നെ അവർക്ക് അവരുടെ ഇഷ്ടമല്ലേ, അവരിന് ഒരുപാട് നമ്മുടെ അടുത്തേക്ക് അടുപ്പിച്ച് മാത്രം നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി മാത്രം അങ്ങനെ നിൽക്കാൻ പറ്റില്ല. അവരുടെ ഇഷ്ടങ്ങൾക്ക് കൂടിയിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണ്ടേ. ചെറിയ ഇഷ്ടങ്ങൾ അവർക്ക് സാധിച്ചു കൊടുക്കുക. പിന്നെ കോളേജ് ലൈഫ്, സ്കൂൾ ലൈഫ് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തൊക്കെ കറങ്ങാൻ പോലെന്ന് പറഞ്ഞാൽ അതൊക്കെ ലൈഫിൽ ഒരു പ്രാവശ്യമല്ലേ നടക്കുന്നത്. കഴിഞ്ഞു, ഇനിയിപ്പോൾ ഡിഗ്രിയൊക്കെ കഴിഞ്ഞു. ഇത് ഇനിയിപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള ഒരു നല്ലൊരു മൊമെൻ്റ് അല്ലേ. അപ്പം ഞാനത് മിസ് ചെയ്യിപ്പിക്കണ്ട. അപ്പം അവൻ പോകണമെന്ന് ആഗ്രഹം പറഞ്ഞു. പക്ഷേ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്ക് അച്ഛനെ പോയിട്ട് അവിടെ കണ്ടിട്ട് നമുക്ക് ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ. ഇതാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ. അച്ഛപ്പം പുറത്തേക്ക് വരും. അയ്യോ, എന്തൊരു വെയിലാണ്ടാ പഠിച്ചോനെ. എന്താ സേട്ടാ ഇത് കോലം? ഗോവിന്ദ് അങ്ങനെ നേരെ അതേ ഇതിൽ വന്നടാ. നല്ല വെയിലിലൂടെ കണ്ട. എൻ്റെ മകനെ എനിക്കൊരു ഗിഫ്റ്റ് അയച്ചോണ്ടായിരുന്നു, ബാഗ്.
കേറിക്ക. ഈ ഡോർ തുറക്ക. അർഷാദ് ഹെഡ്സെറ്റ് വെച്ചുകൊണ്ടിരിക്കുക അവിടെ. എന്താ അർഷാദ് നിങ്ങൾ ഇങ്ങനെ ഇക്ക ബാഗ്. അർഷാദ് അർഷാദ് വിളിക്കാം. നമ്മളിവിടെ ഏത് ഹോട്ടലിലാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി? ഷാലിമാറ, ഒറ്റപ്പാലം. അല്ല, ഒറ്റപ്പാലം ഷൊർണ്ണൂർ, ചെറുതുരുത്തി. അതെ, ഒറ്റപ്പാലം എത്തിയില്ലെങ്കിൽ കുറേ പോകണം. ആദ്യമായിട്ടാണ് ഇവിടെ കഴിക്കാൻ വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ രണ്ടാൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇവിടെ രണ്ടാൾക്കാർ കഴിക്കും. അച്ചു ഇക്കാക്ക് വീട്ടിൽ സാധാ ചോറ്. ഇതിലിക്ക മൂപ്പർക്ക് ഹോട്ടലിൽ നിന്ന് ബിരിയാണി ഇതൊന്നും കഴിക്കാൻ ഇഷ്ടമല്ല. അത് എൻ്റെ ബിരിയാണിയില്ല, ഞാൻ ഉണ്ടാക്കുന്ന ബിരിയാണി ഭയങ്കര ഇഷ്ടം. ഞാൻ ബിരിയാണി ഓർഡർ ചെയ്തു. ഇനി അർഷാദിന് ഫ്രൈഡ് റൈസ് വരാനുണ്ട്. അതെൻ്റെ ബിരിയാണിൻ്റെ കൂടെ കിട്ടിയാണ്. സ്പെഷ്യൽ പായസം എല്ലാവർക്കും കേട്ടോ. പായസം ടേസ്റ്റ് ഉണ്ടോ? പായസം കുടിച്ചില്ല? ഞാൻ പായസം ഇതിൻ്റെ പായസം വെച്ചു. പക്ഷേ പായസം ഇല്ല. ഞാൻ ബിരിയാണി കഴിക്കാം. ബിരിയാണി നല്ല ടേസ്റ്റിൻ്റെ എടുത്തു. ഗോവയിൽ പോയിട്ട് മോൻ വന്നിട്ടേ എനിക്ക് ഒരു ചെറിയ ഹാൻഡ് ബാഗും പിന്നെ നമ്മുടെ അർഷാദിന് കഴിക്കാനായിട്ട് നിറയെ സ്വീറ്റ്. അർഷാദിന് നമ്മളെല്ലാവർക്കും തന്നെ കഴിക്കുന്ന ഒരു ഗോവയിൽ നിന്ന് മേടിച്ചുകൊണ്ടുവന്ന സ്പെഷ്യൽ സ്വീറ്റാണത്. ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ട്രഡീഷണൽ സ്വീറ്റാണെന്ന് പറയുന്നത്. കുഴപ്പമില്ല, ഒരു അലുവിൻ്റെ ഒക്കെ ടേസ്റ്റ് ആണ് കേട്ടോ. ഇതെന്തൊക്കെ ബർഫിയോ? ഞങ്ങളിതൊക്കെ ടേസ്റ്റ് ചെയ്ത നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ അവിടെ കുറച്ച് വ്യത്യാസമായിട്ട് അങ്ങനെ എടുക്കാം. സ്വീറ്റാണോ? എന്നെ പോലെ സ്വീറ്റാണ്. ഞാൻ സ്വീറ്റാണ് വിളിക്ക. ഏത്? ആ, ഗോവയ്ക്ക് ടൂര് പോയിട്ട് എന്താ വന്ന ബാഗ് കലക്കിട. ഇതൊക്കെ അലക്കിടാനുള്ള ഡ്രസ്സാണ്. 5-6 ദിവസത്തിലാണ് അച്ചു കുളിക്കാൻ പോയി വന്നത്. നല്ല ക്ഷീണമുണ്ട്. ഞാൻ കിടന്ന് ഉറങ്ങണം. അന്ന് വന്നതിന് ഒരുപാട് സന്തോഷം. പുറത്തു പോയിട്ട് തിരിച്ചു വരുന്നവരെ നമുക്കൊരു ടെൻഷനില്ല. ഇതൊക്കെ മേടിച്ചുകൊണ്ട് വന്നാ കേട്ടോ. ഇതൊക്കെ നമ്മുടെ അർഷാദിനാണ്. ഇതിപ്പോൾ ഞാൻ അർഷാദൊക്കെ കഴിച്ചു, എല്ലാം ടേസ്റ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇതെന്തൊരു സ്പെഷ്യൽ ഐറ്റിങ്ങിന് ഓട്സൊക്കെ ഉണ്ടോ തോന്നില്ല. നല്ല മധുരമുണ്ട് ഓട്സ്, എന്തൊക്കെ ഉണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.